മൈ കോളേജ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അമ്പലമണി എന്ന് പറഞ്ഞ കവിതയാണ്. കൂടാതെ കടമ്മനിട്ട എന്ന ഒരു കവിതയും നമ്മൾ കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട ചില കവിതകളുടെ ആശയങ്ങളും അദ്ദേഹം നമ്മളെ ലോകത്തോട് പറയുന്ന ഉപദേശം, അതിൽ മെസ്സേജ്, കവിതയുടെ ഉള്ളിലുള്ള മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അമ്പലമണി എഴുതിയത് സുഗതകുമാരിയാണ്. അമ്പലമണി എഴുതിയത് സുഗതകുമാരി നിങ്ങൾക്കറിയാലോ, നമ്മുടെ പരിസ്ഥിതിയെ പറ്റിയും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ പറ്റിയും സുഗതകുമാരി എത്രയോ കവിതകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. സുഗതകുമാരി അല്ലേ, അതായത് പിന്നെ മനുഷ്യൻ പരിസ്ഥിതിയോട് ചെയ്യുന്ന അക്രമങ്ങൾ, അനീതി, മരം വെട്ടുന്നത്, പിന്നെ പക്ഷികൾക്ക് ഏതോ ഒരു പക്ഷി ഒറ്റക്കാലിരിക്കുന്ന പക്ഷി അങ്ങനെ എന്തോ ഒരു കവിത എക്സ്ട്രാ സുഗതകുമാരി അമ്മയുടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മരക്കൊമ്പുകളൊക്കെ വെട്ടി ഒരു ഒറ്റ മരത്തിൻ്റെ കുറ്റിയില്ല, അതിന് മുകളിലൊരു കുഞ്ഞു പക്ഷി ഇരിക്കുമ്പോൾ ആ കുഞ്ഞു പക്ഷിയുടെ വേദന, മരം പോയി, പ്രകൃതി എന്താ ഇങ്ങനെ, മനുഷ്യനെന്താ പ്രകൃതിയോട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ ആ പക്ഷിയുടെ സങ്കടങ്ങൾ, പിന്നെ കൂട്ടിലിരിക്കുന്ന പക്ഷിയുടെ സങ്കടങ്ങൾ, അങ്ങനെ കുറേ സുഗതകുമാരി പ്രകൃതിയോട്, പിന്നെ സ്വാതന്ത്ര്യത്തെ പറ്റിയും മനുഷ്യൻ്റെ പ്രകൃതി നശീകരണത്തെ പറ്റിയും പരിസ്ഥിതി നശീകരണത്തെ പറ്റിയൊക്കെ മുൻനിർത്തി സുഗതകുമാരി കുറേ കവിതകൾ രചിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു കവിതയാണ് അമ്പലമണി. അതിൽ കാവ്യ ജീവിതത്തെ പറ്റിയും എല്ലാം നമുക്ക് പരാമർശിക്കുന്നുണ്ട്. അപ്പം അമ്പലമണീൻ്റെ കവിത ജസ്റ്റ് മിസ് വരികളൊന്ന് വായിക്കാം. കാണുവിനിടിഞ്ഞൊരു ഈ ഗോപുരം, കാണുവത് ഇടിഞ്ഞ ഈ ഗോപുരം, വാവലുകൾ വീണു തൂങ്ങുന്ന തൃക്കോവിൽ, വേടുന്നി നിൽക്കുന്ന കിഴവനാമനാൽ പായൽ കൂടിയ കുളം, മാറുപൊട്ടിയ ശിലാദീപധാരണികൾ, പിന്നെ വേടൂന്നി നിൽക്കുന്ന കിഴവൻ ആൽ പായൽ മൂടിയ കുളം, മാറുപൊട്ടിയ ശിലാദീപങ്ങൾ, ശൂന്യഹസ്തം, അതിശാന്തമാം ഗാഠമൂകത, തനിച്ചു ഞാനതു നോക്കിയോർത്തു നിൽക്കുമ്പോൾ, ഉള്ളിൽ പൊടുന്നനെയൊരാദ്രമാം മടിയൊച്ച, ഉള്ളിൽ പൊടുന്നനെ ആർദ്രമാം ഒരു മണിയൊച്ച, അല്ലിൽ തനിച്ചിവിടെ ആരോ മണിമുട്ടിയാരെ വിളിച്ചുണർത്തുന്നു, ഞാൻ ഇരുളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഓട്ടുമണിയൊന്നതാ തൂങ്ങുന്നു, കാറ്റിലാ നേർത്ത നാദം തുളുമ്പുന്നു, ഒരു കയ്യും അതിനെ തൊടേണ്ട, അസ്പൃശ്യ മുൻകന്നിയായി തപം ചെയ്യൂ, അറ്റമുടവാർന്നൊരു അമ്പലമണിക്ക് നാവി ഇടറിയെങ്കിലും ആരു കേൾക്കാൻ, കല്ലു മാത്രമായി മാറിയൊരു തേവരെ കെട്ടുവിൽക്കാൻ വന്നു, ദൂരെ പതുങ്ങി നിന്നതാരോ. അപ്പോൾ എന്താ പറയുന്നത്, ആരു കേൾക്കാൻ, കല്ലു മാത്രമോ മാറിയൊരു തേവരെ കെട്ടുവിൽക്കാൻ വന്നു, ദൂരെ പതുങ്ങി നിന്നതാരോ, കരി ചിറകുമായി പടയടിച്ചു ചുഴലുന്നൊരീ വാവലിൻ്റെ പടകളോ, ഖിന്നയാം രാവോ, തൂക്കി കരം കൂപ്പി വഴിപാടു തിരുനടയിൽ ആർക്കോ മനസ്സു തണുവാർന്നു, അന്നിവിടെ ദീപങ്ങൾ കത്തി നിന്ന പൂക്കൾ, പിന്നെന്താണ്, ഉള്ളിൽ പൊടുന്നനെ ആർദ്രമാം ഒരു മണിയൊച്ച, അല്ലിൽ തനിച്ചിവിടെ ആരോ മണിമുട്ടിയാരോ വിളിച്ചുണർത്തുന്നു, ഞാൻ ഇരുളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഓട്ടുമണി ഒന്നതാ തൂങ്ങുന്നു. അപ്പം ഈ ഓട്ടുമണി, ഇരുള്, പിന്നെ പായൽ, കുളം, അല്ലെ, ഇതൊക്കെ ഒരു അമ്പലത്തിൻ്റെ ഒരു എന്താ പറയുക പരിസരം. നമ്മുടെ മനസ്സിലുണ്ടാവും അമ്പലം അല്ലേ. ഈ അമ്പലം ഒരു എന്താ പറയുക, അമ്പലത്തിന് പ്രത്യേക പായൽ മൂടിപ്പിടിച്ചൊരു കുളം ഉണ്ടാവും, കൽപ്പടവുകൾ ഉണ്ടാവും, ഒരു ആൽമരം ഉണ്ടാവും, പിന്നെ ഒരു എന്താ പറയുക, ഒരു പഴയ നടക്കുന്ന പാത. ഇതൊക്കെ ഒരു അമ്പലത്തിൽ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴാൻ പോകുമ്പോൾ പണ്ടത്തെ നല്ലൊരു കുറേ പുരാതനമായി കുറേ കാലമായിട്ടുള്ള ഒരു പുരാതന അമ്പലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴുള്ള ഒരു പരിസരത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലേ. ധാരിണികൾ തൻ ശൂന്യഹസ്തം, അതിശാന്തമാ മൂകത അല്ലേ. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ കലപില സംസാരിച്ചുകൊണ്ട് തൊഴൂലല്ലോ. നമ്മൾ അമ്പലം വലം ചുറ്റി തൊഴുമ്പോൾ ശാന്തത, ഒരു മൂകത ഉണ്ടാവലുണ്ട് അല്ലേ. പ്രാർത്ഥിക്കുന്നതിന് മണിനാഥ അധികം ഉണ്ടാവുക. തനിച്ചു ഞാനത് നോക്കി ഓർത്തു നിൽക്കുമ്പോൾ, ഉള്ളിൽ പൊടുന്നനെ ആദ്രമാ മണിയൊച്ച, അല്ലിൽ തനിച്ച് ഇവിടെ ആരോ മണിമുട്ടി ആരെയാണ് വിളിച്ചുണർത്തുന്നത്, ഞാൻ ഇരുളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഓട്ടുമണി ഒന്നതാ, പിന്നെ
ഓട്ടുമണി ഒന്നതാ തൂങ്ങുന്നു കാറ്റിലാ നേർത്ത നാദം. ഓട്ടുമണിയുടെ നേർത്ത നാദം കാറ്റിൽ തുളുമ്പുന്നു. പിന്നെ കാറ്റിലാ നേർത്ത നാദം തുളുമ്പുന്നു. ഒരു കയ്യും അതി തൊടേണ്ട. അസ്പൃശ്യമാം മുനികന്യയായി തപം ചെയ്തു. അസ്പൃശ്യമാം മുനികന്യയായി തപം ചെയ്തു. പിന്നെ അറ്റമുടവാർന്നൊരു അമ്പലമണിക്കു നാവൊട്ടിടറിയെങ്കിലും പാടാം. നാവൊട്ട് ഇടറിയെങ്കിലും പാടാം. ആരു കേൾക്കാൻ കല്ലു മാത്രമായി മാറിയൊരു തേവരോ. ആരു കേൾക്കാൻ കല്ലു മാത്രമായി ഇടറിയൊരു തേവരോ. തേവരെ കെട്ടുവിൽക്കാൻ വന്നു ദൂരെ പതുങ്ങി നിന്നതാരോ. കരിച്ചിറകു പടയടിച്ച് ചുഴലുന്നൊരീ വാവലിൻ കാണുവതിനിടിഞ്ഞൊരീ ഗോപുരം. വാവലുകൾ വീണു തൂങ്ങുന്ന തൃക്കോവിൽ വേടൂന്നി നിൽക്കുന്ന കിഴവനാമൊരാലും പായൽ മൂടിയ കുളം മാറു പൊട്ടിയ ശീലാധാരണികൾ തൻ ശൂന്യഹസ്തം അതിശാന്തമാം ഗാഠമൂകത തനിച്ചു ഞാൻ അത് നോക്കിയോർത്തു നിൽക്കുമ്പോൾ ഉള്ളിൽ പൊടുന്നനെയൊരാദ്രമാം മണിയൊച്ച. തനിച്ചു നോക്കി നിൽക്കുമ്പോൾ ഉള്ളിൽ ഒരു ആദ്രമാം മണിയൊച്ച കേൾക്കുന്നു. അല്ലിൽ തനിച്ച് ഇവിടെ ആരാണ്? മണിമുട്ടി ആരെയാണ് വിളിച്ചുണർത്തുന്നത്? ഇരുളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഓട്ടുമണി ഒന്നതാ വീണ്ടും തൂങ്ങുന്നു. കാറ്റിലാ നേർത്ത നാദം തുളുമ്പുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ അമ്പലമണി. അപ്പം മിസ് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ വരികളായിട്ട് ചെറിയൊരു പരിചയം വേണം അല്ലെ. അമ്പലമണി എന്നുള്ള ഇതിൻ്റെ വരികളായിട്ട് ചെറിയ എല്ലാ കവിത മിസ് ഇതുവരെ എടുത്ത എല്ലാ കവിതകളിലും ഉള്ളിലെ വരികളായിട്ട് ചെറിയ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് വരുമ്പോൾ ഇത് അവിടെ ഉണ്ടായിരുന്നല്ലോ ഇതുണ്ടായിരുന്നല്ലോ ഓർമ്മയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് നമുക്ക് ഇതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുമ്പോൾ മിസ് ആദ്യമേ പറയാലോ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നത്, കൂടാതെ എക്സാമിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നുള്ളതും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ആസ്വാദനക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടതെങ്കിൽ നല്ല എന്തായാലും ആസ്വാദനക്കുറിപ്പ് എന്തായാലും ചോദിക്കും. കൂടാതെ ആസ്വാദനക്കുറിപ്പിൽ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും അതിനുള്ളിലെ കണ്ടന്റ് ആണെങ്കിലും ഒന്നര പുറത്തിൽ കവിയാതെ എന്തായാലും നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷനും ഒന്നര പുറത്തിൽ എഴുതിയാതെ നടുവിലുള്ള കണ്ടന്റും പിന്നെ ഒരു കൺക്ലൂഷനൊക്കെ വരുമ്പോഴാണ് ഇതിങ്ങനെ മൊത്തത്തിലൊരു ആസ്വാദനക്കുറിപ്പാവുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്താ എഴുതുക, നമ്മൾ അമ്പലമണി ആരാണ് എന്താണെന്നൊക്കെ എഴുതണം. ആരാ എഴുതിയത്, സുഗതകുമാരിയെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ, പ്രധാനപ്പെട്ട കവിതകൾ കിട്ടിയ അവാർഡുകളൊക്കെ എഴുതി ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് എന്താണ് കണ്ടന്റ്, ആ കണ്ടന്റാണ് മിസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് 2 വരിയൊക്കെ വേണമെങ്കിൽ എഴുതും. അപ്പോൾ മിസ്സിന് ക്ലാസ് കേൾക്കുന്നവർ കവിതയെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഈ അമ്പലമണി എന്നുള്ള കവിതയൊക്കെ നന്നായിട്ട് ബൈഹാർട്ടായിട്ട് എത്രയോ കാലം, ചിലപ്പോൾ ഈ ഒരു ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി വിദ്യാർത്ഥികളാണ് ഒന്നാമതിൽ, ചെറിയ കുട്ടികളല്ല. അപ്പോൾ കവിതയൊക്കെ ഇഷ്ടപ്പെട്ട് ഗാനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് സ്വന്തം വരികളൊക്കെ എഴുതുന്ന അങ്ങനെ നല്ല കലാപാരമ്പര്യവും കഴിവും ക്രിയേറ്റിവിറ്റിയുള്ള ആളുകളൊക്കെ ഡിഗ്രി ഒരു ക്ലാസ് കേൾക്കുന്നവരുണ്ടാവും. അപ്പോൾ അമ്പലമണി എന്നുള്ള അറിയുന്നവരും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കുറച്ച് വരികൾ അറിയുന്നവരെന്ത് ചെയ്യുക, ആ വരികൾ കുറച്ചൊക്കെ എഴുതിയിട്ട് ഇതിങ്ങനെ ആ നടുവിലെ കണ്ടന്റിൽ കുറച്ച് വരികളൊക്കെ എഴുതിയിട്ട് ഒന്നും കൂടി എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ വളരെ മാർക്ക് എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. 100ൽ 100 എവിടെ പോയാലും മലയാളത്തിന് 100ൽ 100 എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ ഇതിനും നമുക്കത് വാങ്ങണം അല്ലെ. +2 +1 10th 9th 8th മലയാളത്തിന് നല്ല മാർക്ക് എല്ലാവർക്കും. അപ്പോൾ ഇത് കിട്ടുന്നത് എങ്ങനെയാണ്, അത്യാവശ്യം മലയാളം അത്യാവശ്യം നന്നായി കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാനാണ് മിസ് പറഞ്ഞത്, പിന്നെ ഈ ആസ്വാദനക്കുറിപ്പിലെ കണ്ടന്റ് എഴുതുമ്പോൾ കുറച്ച് വരികൾ അറിയാവുന്നവരങ്ങനെ എഴുതി. ഇനി അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. അറിയാത്തവരെന്ത് ചെയ്യണം, പിന്നെ ഈ വരികൾ പരിചയപ്പെടുക, കവിതയെ അറിയുക, ഈ വരികൾ ഇതയാണെന്നുള്ളൊരു അറിവ് ജസ്റ്റ് ഒരു പരിചയപ്പെടുക കേട്ടോ. അതിനാണിതാ മൂടിയ കുളം മാറു പൊട്ടിയ ശിലാദീപധാരണികൾ അതിശാന്തമാം ഗാഠമൂകത. ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഗാഠമൂകത എന്ന വരി ഏത് കവിതയിൽ നിന്നാണെന്നൊക്കെ ചോദിക്കും. 1.5 മാർക്ക് 1 മാർക്ക് ചിലപ്പോൾ പല രൂപത്തിലും ചോദ്യം ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് അമ്പലമണിയിൽ സുഗതകുമാരി എഴുതിയ അമ്പലമണി എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് അത് ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വരികൾ കുറച്ചൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് ഇതാക്കുക. വീണ്ടും മിസ് ഒന്നും കൂടി വായിക്കാം. പിന്നെ കാട് ഇടിഞ്ഞരി ഗോപുരം, വാവലുകൾ വീണു തൂങ്ങുന്ന തൃക്കോവിൽ, അതിശാന്തമാം ഗാഠമൂകത നോക്കി ഓർക്കുമ്പോൾ ഉള്ളിൽ പൊടുന്നനെ ആദ്രമാം മണിയൊച്ച, അല്ലിൽ തനിച്ചിവിടെ ആരോ മണിമുട്ടി ആരോ വിളിച്ചുണർത്തുന്നു. ഒരു കയ്യും അതിനെ തൊടേണ്ട, മുനികന്യയായി തപം ചെയ്തു. അറ്റമുടവാർന്നൊരു അമ്പലമണിക്ക് നാവൊട്ടിടറിയെങ്കിലും പാടാം. പടപടയടിച്ചു ചുഴലുന്നൊരു വാവലിൻ വാർത്തു കൊടും ചൂടിലോ ആർക്കു മനസ്സു തണുവാർന്നു അന്നിവിടെ ദീപങ്ങൾ. പിന്നെ അല്ലേ
അമ്പലത്തിൽ ദീപങ്ങൾ ഉണ്ടാവും, പിന്നെ ഗോപുരം, അമ്പലമണി, നടപ്പാത, പായൽ, കുളം, ആൽവൃക്ഷം, ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതെല്ലാം മിസ് പറയണമെന്നില്ല, നിങ്ങൾക്കറിയാം. ഇതെല്ലാം അമ്പലത്തിൻ്റെ പരിസരത്ത് എപ്പോഴും എന്നും നിലനിൽക്കുന്നു. ഇന്ന് പോയാലും നിങ്ങൾ ചില അമ്പലത്തിലൊരു ശാന്തത, തണുത്ത കുളം. ഒന്നാമത് അമ്പലത്തിൽ നട്ടുച്ചക്കൊന്നും ആരും അങ്ങനെ തൊഴാൻ പോകലില്ല, നമ്മുടെ സംസ്കാരം അനുബന്ധിച്ച്. അവിടെ ഉള്ളൊരു ജോലിക്കാർ അവിടെ ഉണ്ടാവുമെങ്കിലും പൊതുവെ പുലർച്ചെയാണ്, നമ്മൾ പുലർച്ചെ മീൻസ് രാവിലെ തന്നെ അമ്പലത്തിൽ തൊഴാൻ പോലെ. അപ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. രാവിലെ തന്നെ നല്ല പ്രശാന്ത സുന്ദരമായ പുലർക്കാല വേളയിൽ ഇങ്ങനെ തൊഴാൻ പോകുമ്പോൾ ഈ ഒരു മൂകത, പച്ചക്കുളം, പായൽ, നല്ല തണുത്ത കാറ്റ്, നമ്മൾ കുളിച്ചീറനായിട്ട് അധികവും പോകും. അപ്പോൾ ആ കാറ്റ് നമുക്ക് ആ കുളിച്ച നമ്മളെ മേലേക്ക് കാറ്റ് വരും, നമുക്കൊരു നല്ലൊരു തണുപ്പായിരിക്കും അല്ലേ. നട്ടുച്ച വെയിലത്ത് അങ്ങനെ അല്ലല്ലോ ഉണ്ടാവുക, രാവിലത്തെ ആ ഫീലിംഗ് ഉച്ചക്ക് കിട്ടൂല. അപ്പോൾ ആ ഒരു മൊത്തത്തിൽ ഫീലിംഗ് നമ്മളെയും ബാധിക്കുന്നു അല്ലേ. പിന്നെ തിരിഞ്ഞു നോക്കും, ഓട്ടുമണി ഒന്നതാത്തു. പിന്നെ ഓട്ടുമണികൾ ഇഷ്ടം പോലെ തൂങ്ങിക്കിടക്കുന്നതാണ് അമ്പലനടകൾ ഉണ്ടാവുക. ഒരു കയ്യും അതിനെ തൊടേണ്ട, മുനികന്യയായി തപം ചെയ്തു അറ്റമുടവാർന്നൊരു അമ്പലമണിക്ക് നാവൊട്ടിടറിയെങ്കിലും പാടാം. കല്ലു മാത്രമായി മാറിയൊരു തേവരെ കെട്ടു വിൽക്കാൻ വന്നു ദൂരെ പതുങ്ങി നിന്നാരോ. പടപടയടിച്ചു ചുഴലുന്നൊരു വാവിലിൻ പടകളോ ഖിന്നയം കാറ്റിലാടുന്നൊരു മണി തൂക്കി കരം കൂപ്പി വഴിപാടു തിരുനടയിൽ ആർക്കോ മനസ്സു തണുവാർന്നു. അന്നിവിടെ ദീപങ്ങൾ കത്തി നിന്നു. ദീപങ്ങളൊക്കെ കുറേ കത്തിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ദീപങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് അമ്പലമണി എന്നുള്ള കുറേ വരികൾ ജസ്റ്റ് മിസ് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ആ കവിതയിലേക്ക് പോകാം അല്ലെ. എന്താണ് കവിതയുടെ സാരാംശം നമുക്ക് നോക്കണ്ടേ. കവിതയിൽ എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. കവിതയുടെ ഉള്ളടക്കം സുഗതകുമാരി മിസ് ഇൻട്രൊഡക്ഷൻ മിസ് പറയാതെ തന്നെ നിങ്ങൾ എഴുതൂലേ ഇപ്പോൾ. പിന്നെ ഇൻട്രൊഡക്ഷൻ എന്താ എഴുതുക മിസ്, എന്താ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ. പിന്നെ സുഗതകുമാരി പരിസ്ഥിതിയെ പ്രണയിക്കുന്ന, പരിസ്ഥിതി മലിനീകരണത്തിനെതിരെ കവിതകളും കവിതാ സമാഹാരങ്ങളും നമ്മളെ ലോകത്തിന് സമർപ്പിച്ച, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരാശിക്ക് അല്ലേ ദുരന്തമൊന്നും ഇല്ലാതിരിക്കാൻ, പിന്നെ പ്ലാസ്റ്റിക് മലിനീകരണം, വായു മലിനീകരണം, ഭൂമിയെ മലിനീകരപ്പെടാതിരിക്കാൻ, അങ്ങനെയുള്ള കുറേ നല്ല നല്ല മെസ്സേജുകൾ നൽകുന്ന ഒരു പരിസ്ഥിതി കവിത എഴുത്തുകാരി കൂടിയാണ് ആര്, നമ്മുടെ സുഗതകുമാരി. ഓക്കെ. പിന്നെ ഇതിൽ അമ്പലമണി മിസ് ഒന്ന് വായിക്കാം. അമ്പലമണിയിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ മിസ് പറഞ്ഞ പോലെ ഇതേപോലെ പ്രധാനപ്പെട്ട സുഗതകുമാരി രചിച്ച കുറച്ച് കാര്യങ്ങൾ, പിന്നെ എവിടെ എന്താണ് ഈ കവിതയിലെ കണ്ടന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലേ. ഭാരതീയം